നമുക്ക് സ്റ്റോറി തുടങ്ങാം. ഐ സ്പോട്ടഡ് ഇറ്റ് ഇൻ എ ജങ്ക് ഷോപ്പ് ഇൻ ബ്രിഡ്പോർട്ട്, എ റോൾ ടോപ്പ് ഡെസ്ക്. അപ്പൊ നമ്മുടെ റൈറ്റർ പറയാണ്, ഞാൻ ഒരു ജങ്ക് ഷോപ്പ്, ആക്രിക്കട, എവിടെയുള്ളതാണ്? ബ്രിഡ്പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആക്രിക്കടയില് ഒരു റോൾ ടോപ്പ് ഡെസ്ക് കണ്ടു. അതായത് ഒരു ടേബിള്, മോൾ ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ടേബിൾ ആണ് റോൾ ടോപ്പ് ഡെസ്ക്. ദ മാൻ സെഡ് ഇറ്റ് വാസ് ഏർലി 19th സെഞ്ചുറി ആൻഡ് ഓക്ക്. അപ്പൊ ആ ആക്രിക്കടയിലെ മനുഷ്യൻ പറഞ്ഞു, ഇത് 19th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഓക്ക് ട്രീ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോൾ ടോപ്പ് ഡെസ്ക് ആണെന്ന്. ഐ ഹാഡ് വാണ്ടഡ് വൺ ബട്ട് ദേ വർ ഫാർ ടു എക്സ്പെൻസീവ്. ശരിക്കും ഈ റൈറ്റർക്ക് ഒരു റോൾ ടോപ്പ് ഡെസ്ക് ആവശ്യമായിരുന്നു, പക്ഷെ കടകളിലൊക്കെ ചോദിച്ചപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, മേടിക്കാൻ പറ്റിയില്ല. ദിസ് വാസ് ഇൻ എ ബാഡ് കണ്ടീഷൻ, ദ റോൾ ടോപ്പ് ഇൻ സെവറൽ പീസസ്, വൺ ലെഗ് ക്ലംസിലി മെൻറ്റഡ്. അപ്പൊ ഈ കണ്ട റോൾ ടോപ്പ് ഡെസ്ക് ഭയങ്കര ബാഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളായിരുന്നു. അത് അതിന്റെ റോൾ ടോപ്പ് മോൾ ഭാഗം പല പീസുകളായിട്ട് വിട്ടുപോയിരുന്നു. അത് മാത്രമല്ല ഒരു കാല് വല്ലാണ്ട് ഇങ്ങനെ ഇളകിയാണ് ശരിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. സ്കോച്ച് മാർക്സ് ഓൾ ഡൗൺ വൺ സൈഡ്. സ്കോച്ച് മാർക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേൺ ചെയ്ത മാർക്കുകൾ, അതായത് തീ കത്തി എരിഞ്ഞ മാർക്കുകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗോയിങ് ഫോർ എ വെരി ലിറ്റിൽ മണി. പക്ഷെ ഇത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിന് കിട്ടും. ഐ തോട്ട് ഐ കുഡ് റിസ്റ്റോർ ഇറ്റ്. അപ്പൊ നമ്മുടെ റൈറ്റർ വിചാരിച്ചു ഇത് തുച്ഛമായ വിലക്ക് മേടിച്ചിട്ട് അത് റിസ്റ്റോർ ചെയ്ത് നന്നാക്കാമെന്ന്. ഇറ്റ് വുഡ് ബി എ റിസ്ക്, എ ചാലഞ്ച്, ബട്ട് ഐ ഹാഡ് ടു ഹാവ് ഇറ്റ്. അത് റിസ്ക്കും ചാലഞ്ച് ഒക്കെയാണ്, പക്ഷെ എങ്ങനെയെങ്കിലും അത് നന്നാക്കി എടുക്കണമെന്ന് റൈറ്റർ തീരുമാനിക്കുകയാണ്. I paid the man and brought it back to my workroom at the back of the garage. അപ്പൊ ആ മനുഷ്യന് അത്യാവശ്യം തുച്ഛമായ മണി കൊടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലുള്ള വർക്ക് റൂമിൽ കൊണ്ടിടുകയാണ്. I began work on it on Christmas Eve. അദ്ദേഹം അങ്ങനെ ഒരു ക്രിസ്മസ് ഈവില് അതില് പണിയെടുക്കാൻ തുടങ്ങുകയാണ്. I removed the roll top completely and pulled out the drawers. ആദ്യം തന്നെ ആ ടേബിളിന്റെ മുകളിലുള്ള റോൾ ടോപ്പ്, ആ മോൾ ഭാഗം അത് പുൾ ഔട്ട് ചെയ്ത് എടുത്തു വെക്കുകയാണ്. The veneer had lifted almost anywhere. അപ്പൊ അതിനകത്ത് ഒട്ടിച്ചിരുന്ന മൈക്കൊക്കെ വിട്ടുപോയി. It looked like water damage to me. അപ്പൊ അത് കണ്ടിട്ട് ഈ വാട്ടർ കൊണ്ട് എന്തോ ഡാമേജ് പറ്റിയ പോലെ ഉണ്ട്, വെള്ളത്തിൽ കിടന്ന് എന്തോ പറ്റിയിട്ടുണ്ട് ഈ റോൾ ടോപ്പ് ഡെസ്കിന്. Both fire and water had clearly taken their toll on this desk. അപ്പൊ പറയാണ്, റൈറ്റർ പറയാണ്, തീയും വെള്ളവും ഈ റോൾ ടോപ്പ് ഡെസ്കിന് നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. The last drawer was stuck fast. അപ്പൊ കുറെ ഡ്രോയറുകൾ ഉണ്ടായിരുന്നു ആ റോൾ ടോപ്പ് ഡെസ്കില്, അതൊക്കെ ഊരിയെടുത്തു നമ്മുടെ റൈറ്റർ. പക്ഷെ ഒരെണ്ണം ഭയങ്കരമായിട്ട് സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയാണ് അതിൻ്റെ അകത്ത്. I tried all I could to ease it out gently. അദ്ദേഹത്തിന് പറ്റുന്നത് പോലെ പയ്യെ വലിച്ചൊക്കെ നോക്കി. In the end I used brute force. അവസാനം brute force എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് എടുത്ത് വലിച്ചു അദ്ദേഹം. I stuck it sharply with the side of my fist and the drawer flew open to reveal a shallow space underneath. എങ്ങനെയൊക്കെയോ അദ്ദേഹം ഷാർപ്പായിട്ട് ഫിസ്റ്റ് ഒക്കെ വെച്ച് വലിച്ച് എടുക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് റിവീൽ ചെയ്ത് വന്നത്? ഒരു ഷാലോ, ഒരു സ്പേസ്, ചെറിയൊരു കുഴി പോലെയുള്ളൊരു സ്ഥലം അടിയിൽ കാണാണ്. എന്തായിരുന്നു അത്? എ സീക്രട്ട് ഡ്രോയർ. ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു എന്താണ് ഡ്രോ കാണാണ്. There was something in there. എന്തോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. I reached in and took out a small black tin box. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന? ഒരു ചെറിയ കറുത്ത കളറിലുള്ള ടിന്ന് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സ് ആയിരുന്നു. Sellotape to the top of it was a piece of lined note paper and written on it in shaky handwriting, Jim's last letter received January 25th, 1915. അപ്പോ സെലോടേപ്പ് ഒക്കെ ഒട്ടിച്ച് അതിന്റെ മുകളിൽ ഒരു പീസ് പേപ്പർ, ലൈൻഡ് നോട്ട് പേപ്പർ, നോട്ട്ബുക്കിന്റെ പേപ്പറിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഷേക്കി, അങ്ങനെ ഒട്ടും നീറ്റ് അല്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. എന്താ എഴുതിയിരുന്നേ? ജിമ്മിന്റെ ലാസ്റ്റ് ലെറ്റർ ആണിത്. എന്ന് റിസീവ് ചെയ്തു എന്നാണ്? January 25th, 1950. ഡേറ്റ് വരെ ഇട്ട് വെച്ചിരിക്കാണ്. To be buried with me when the time comes. അതുകൂടാതെ അതിനകത്ത് വേറൊരു നോട്ടും ഉണ്ട്. സമയം വരുമ്പോ എന്റെ കൂടെ ഇതും കുഴിച്ചിടേണ്ടതാണ് എന്ന്, അതായത് മരിച്ചതിന് ശേഷം. I knew as I did it that it was wrong of me to open the box. ശരിക്കും പറഞ്ഞാൽ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കണം, ശരിയല്ലല്ലോ എന്നൊരു ചിന്ത റൈറ്ററിനുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബോക്സ്, എൻ്റെ അകത്ത് ഒരു ബോക്സ്, എൻ്റെ അകത്ത് എന്തോ ഉണ്ട് മെറ്റൽ ബോക്സിൽ. But curiosity got the better of my scruples. അപ്പൊ എന്താണ്? ശരിക്കും തുറക്കാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിരുന്നു ഞാൻ, അതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ.
സ്ക്രപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീലിംഗ്സ് ദാറ്റ് മേക്ക് യു ഹെസിറ്റേറ്റ് ടു ഡു. പക്ഷെ നാണക്കേട് പോലെ തോന്നിയത് ചെയ്യാൻ ഇറ്റ് യൂഷ്വലി ഡസ്. അതെപ്പോഴും അങ്ങനെയാണ്. ഇൻസൈഡ് ദ ബോക്സ് ദർ വാസ് എൻ എൻവലപ്പ്. അപ്പൊ ആ ബോക്സിന്റെ അകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു എൻവലപ്പ്, ഒരു ലെറ്ററിന്റെ ഒരു എൻവലപ്പ് ആണ് ഉണ്ടായിരുന്നത്. ദ അഡ്രസ് റീഡ് മിസ്സസ് ജിങ് മാക്പേഴ്സൺ, 12 കോപ്പർ ബീച്ചസ്, ബ്രിഡ്പോർട്ട്, ഡോസറ്റ്. അപ്പൊ ഇതായിരുന്നു അവിടുത്തെ അഡ്രസ്. ഐ ടുക്ക് ഔട്ട് ദ ലെറ്റർ ആൻഡ് അൺഫോൾഡഡ് ഇറ്റ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ പെൻസിൽ ആൻഡ് ഡേറ്റഡ് അറ്റ് ദ ടോപ്പ് December 26, 1914. അപ്പൊ ഈ ലെറ്റർ എഴുതിയ ഡേറ്റ് December 26, 1914 അത് ആർക്കാണ് എഴുതിയത്? മിസ്സസ് ജിം മാക്പേഴ്സന് വേണ്ടിയിട്ട് എഴുതിയ ലെറ്റർ ആണ്. പക്ഷെ ആൾക്ക് ഈ ലെറ്റർ കിട്ടുന്നത് എപ്പോഴാണ്? January 25, 1915 ആണ്. അതായത് ഏകദേശം ഒരു മാസത്തിന് ശേഷം. 1914 ഡിസംബറും 1915 ജാനുവരിയും തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം 1 month ആണ്. അപ്പൊ 1 monthന് ശേഷമാണ് ഈ ലെറ്റർ കിട്ടുന്നത്, എഴുതിയ ആർക്കാണോ അയച്ചത് അയാൾക്ക്. ഇനി എന്താണ് ആ ലെറ്റർ എന്ന് നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ലെറ്റർ ആണ്. ഡിയറസ്റ്റ് കോനി. അപ്പൊ ഈ ലെറ്റർ കോനി എന്ന് പറയുന്ന മിസ്സസ് ജിം മാക്പേഴ്സൺ പെറ്റ് നെയിം ആയിരിക്കും ചിലപ്പോ കോനി. അപ്പൊ ജിം മാക്പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വൈഫിന് എഴുതുന്ന, അദ്ദേഹത്തിന്റെ വൈഫായ കോനിക്ക് എഴുതുന്ന ലെറ്റർ ആണിത്. I write to you in a much happier frame of mind because something wonderful has just happened that I must tell you about at once. അപ്പൊ അദ്ദേഹം എഴുതാണ് ഭയങ്കര ഹാപ്പി ആയിട്ട്, മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള സമയത്താണ് ഞാൻ ഇത് എഴുതുന്നത്. കാരണം എന്തോ നല്ലൊരു കാര്യം സംഭവിച്ചു, എനിക്ക് തോന്നുന്നു അത് എനിക്ക് നിന്നോട് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നതെന്ന്. We were all standing in our trenches yesterday morning. Yesterday morning ഈ ആരാണ് ഈ എല്ലാവരും ട്രെഞ്ചസ് എന്ന് വെച്ചാൽ സോൾജിയേഴ്സ് ഒളിച്ചിരിക്കുന്ന ഡീപ്പായിട്ടുള്ള കുഴികളുണ്ടല്ലോ, അതിനാണ് ട്രെഞ്ചസ് എന്ന് പറയുന്നത്. അവിടെ എല്ലാവരും നിൽക്കുമായിരുന്നു. ക്രിസ്മസിന്റെ മോർണിംഗ് ആയിരുന്നു അത്. It was crisp and quiet, all about as beautiful a morning as I have ever seen, as cold and frosty as a Christmas morning should be. അപ്പൊ ഭയങ്കര ക്രിസ്പ് ആയിട്ടുള്ള, ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോർണിംഗ് ആയിരുന്നു. ഞാൻ ഇതുവരെ കാണാത്തത്ര നല്ല ഒരു മോർണിംഗ് ആണ്. ഭയങ്കര തണുപ്പും മഞ്ഞൊക്കെയുള്ള ഒരു ക്രിസ്മസ് മോർണിംഗ്, നല്ല ഭംഗിയുള്ള ക്രിസ്മസ് മോർണിംഗ് ആയിരുന്നു അത്. I should like to be able to tell you that was begun it, but the truth I am ashamed to say is that Fritz began it. അപ്പോ അദ്ദേഹം പറയാണ്, എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട് എന്താണ്, ആരാണ് ഇത് തുടങ്ങിയതെന്ന്. പക്ഷെ സത്യം പറയട്ടെ, എനിക്ക് നാണക്കേടാണ് പറയാൻ. അത് സ്റ്റാർട്ട് ചെയ്തത് ഫ്രിറ്റ്സ് ആണ്. ഫ്രിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ജർമ്മൻ സോൾജിയേഴ്സ് ആണ്. അപ്പൊ ജർമ്മൻ സോൾജിയേഴ്സ് ആണ് യുദ്ധം തുടങ്ങിയതെന്നാണ് പറയണത്. First someone saw a white flag waving from the trenches opposite. അപ്പൊ യുദ്ധം തുടങ്ങിയതല്ല. അപ്പൊ അവിടെ തുടങ്ങി എന്താന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഫ്ലാഗ് ഈ ട്രെഞ്ചസിന്റെ അവിടുന്ന്, ഫ്രിറ്റ്സിന്റെ ട്രെഞ്ചസിന്റെ അവിടുന്ന് ഇങ്ങനെ വൈറ്റ് ഫ്ലാഗ് അനക്കുന്നുണ്ടായിരുന്നു. Then they were calling out to us from across no man's land. എന്നിട്ട് ഈ ഫ്രിറ്റ്സ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സോൾജിയേഴ്സ്, ഈ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് അവിടുന്ന് ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറയാണ്, വേവ് ചെയ്യാണ്, ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയണേ? ഹാപ്പി ക്രിസ്മസ് ടോമി. അപ്പൊ ഈ ഫ്രിറ്റ്സ് ജർമ്മൻ സോൾജിയേഴ്സ് ബ്രിട്ടീഷ് സോൾജിയേഴ്സിന്, ടോമി എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ആണ്, അപ്പൊ ബ്രിട്ടീഷ് സോൾജിയേഴ്സിനോട് ഹാപ്പി ക്രിസ്മസ് പറയാണ് അവരുടെ ട്രെഞ്ചസിലിരുന്ന്. കാരണം അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കണവരാണ് ഫ്രിറ്റ്സും ടോമിയും. അപ്പൊ ക്രിസ്മസിന്റെ ഒരു സന്തോഷത്തില് ഫ്രിറ്റ്സുകാര്, അതായത് ബ്രിട്ടീഷുകാര് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. When we had got over the surprise, some of us shouted back, same to you Fritz, same to you. അപ്പൊ ഇവരിങ്ങനെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞതുകൊണ്ട് കുറച്ച് ആളുകൾ, ഈ ബ്രിട്ടീഷിലുള്ള കുറെ ആളുകൾ എന്ത് പറഞ്ഞു? അവരും തിരിച്ച് ഹാപ്പി ക്രിസ്മസ് സെയിം ടു യു പറയാണ്. I thought that would be that. We all did. But then suddenly one of them was up there in his great coat and waving a white flag. അപ്പൊ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരു ആള് ഗ്രേ കോട്ട് എടുത്ത് വേവ് ചെയ്തൊരു വൈറ്റ് ഫ്ലാഗ്. Don't shoot lads, someone shouted. അവിടുന്ന് ആരോ ഉറക്കെ പറഞ്ഞു, അയ്യോ ഷൂട്ട് ഒന്നും ചെയ്യല്ലേ. And no one did. ആരും ചെയ്തില്ല. അപ്പൊ നമ്മുടെ റൈറ്റർ ബ്രിട്ടീഷ് സോൾജിയേഴ്സിലാണ് കേട്ടോ ഉള്ളത്. Then there was another Fritz up on the parapet.
And another, keep your heads down. I told the man it is trick, but it was not. അപ്പൊ വേറൊരു ഫ്രിറ്റ്സ് എന്ന് വെച്ചാൽ ആരാണ്, ജർമ്മൻ സോൾജിയർ വന്നിട്ട് പാരപ്പറ്റിന്റെ അവിടെ നിന്നിട്ട് പറഞ്ഞു കീപ് യുവർ ഹെഡ്സ് ഡൗൺ എന്ന്. അപ്പൊ ഞാൻ ഈ റൈറ്റർ പറയണത് ഇതെന്തെങ്കിലും ട്രിക്ക് ആണോ എന്തോ, പക്ഷെ ട്രിക്ക് ഒന്നും ആയിരുന്നില്ല. അവര് വളരെ സ്നേഹത്തോടെ ഇവരെ ക്രിസ്മസ് വിഷ് നടത്തുകയാണ് ചെയ്തത്. One of the Germans was waving a bottle above his head. It's a Christmas day, Tommy. We have schnapps. അപ്പൊ പറയാണ് അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻ സോൾജിയേഴ്സ് എന്താണ് ഒരു വലിയ ബോട്ടിൽ പൊക്കി കാണിച്ച് പറയാണ് ഇന്ന് ക്രിസ്മസ് അല്ലേ, ഷ്നാപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജർമ്മൻ ഡ്രിങ്ക് ആണ് കേട്ടോ. ഷ്നാപ്സ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യണേ, അതൊരു ജർമ്മൻ ഡ്രിങ്ക് ആണ്. അപ്പൊ അതൊക്കെ പൊക്കി കാണിച്ചിട്ട് പറയാണ് വി ഹാവ് സോസേജസ്, വി മീറ്റ് യു, യെസ് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിലാണ് അവർ വിളിക്കണേ. By this time there were dozens of them walking towards us across no man's land and no a rifle between them. അപ്പൊ അതേ സമയം കൊണ്ട് ഏകദേശം 12ഓളം വരുന്ന ആളുകള് നോമാൻസ് ലാൻഡ് എന്ന് വെച്ചാൽ ഈ ജർമ്മൻകാരുടെ സ്ഥലത്തിനും ജർമ്മൻകാരുടെയും ബ്രിട്ടീഷുകാരുടെയും യുദ്ധം ചെയ്യുന്ന സ്ഥലത്തിന്റെ മിഡിലുള്ള ഭാഗം, കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് നോമാൻസ് ലാൻഡ്. അവിടെ എല്ലാവരും വന്നു, റൈഫിൾ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. Little Private Morris was the first up. Come on boys, what are we waiting for? And then there was Little Private Morris, maybe അവരുടെ ഹെഡ് ആയിരിക്കും. ഹെഡ് ഒക്കെ പറഞ്ഞ എല്ലാവരും വരൂ നമുക്ക് എൻജോയ് ചെയ്യാം. And then there was no stopping them. I was the officer. ഞാനായിരുന്നു ഓഫീസർ. I should have stopped them there and then, I suppose. But the truth is that it never even occurred to me I should. ഞാൻ ഓഫീസർ ആയിരുന്നു, എനിക്ക് അവരെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും അവരെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയില്ല. All along their lines and hours, I could see men walking slowly towards one another. അപ്പൊ എനിക്ക് കാണാൻ പറ്റി എന്താണ് ആളുകള് മനുഷ്യര് ഫ്രിഡ്സിന്റെ സൈഡിൽ നിന്നും ഇവിടെ നിന്നും അങ്ങ് നടക്കുകയാണ് ആ നോമാൻസ് ലാൻഡിലേക്ക് വൺ ബൈ വൺ ആയിട്ട്. ഗ്രേ കോഡ്സ് ഉണ്ട്, കാക്കി കോഡ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ആ മിഡിൽ ഭാഗത്ത് മീറ്റിംഗ് ഇൻ ദ മിഡിലില് മീറ്റ് ചെയ്യാണ്. And I was one of them. ഞാൻ അതിൽ ഒരാളായിരുന്നു. I was part of this. ഞാൻ അതിന്റെ ഒരു പാർട്ടായിരുന്നു. In the middle of the war, we were making peace. ആ ഒരു വലിയ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഇടയിൽ ഞങ്ങള് സമാധാനം ഉണ്ടാക്കുകയായിരുന്നു ആ ആളുകൾ തമ്മിൽ. You cannot imagine, dearest Connie, my feelings as I looked into the eyes of the Fritz officer who approached me, hand outstretched. അപ്പൊ നിനക്ക് കോണിയോട് പറയണ, വൈഫിനോട് പറയരുത്, നിനക്കറിയോ എന്റെ ഫീലിങ്സ് ഒക്കെ ഭയങ്കര ഫീലിങ്സ് ആണ്. ഞാൻ അവിടെ ഒരു ഫ്രിഡ്സ് ഓഫീസർ വന്നു, ആ ഓഫീസർ എന്റെ അടുത്തിട്ട് ഭയങ്കര കൈയൊക്കെ വെടുത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി ഹഗ് ചെയ്യാൻ വേണ്ടി വന്നു. ഹാൻസ് വുൾഫ്, he said. അദ്ദേഹത്തിന്റെ പേരാണ് ഹാൻസ് വുൾഫ്. Gripping my hand warmly and holding it. I am from Dusseldorf. I play the cello in the orchestra. Happy Christmas. അപ്പൊ അദ്ദേഹത്തെ തന്നെ പരിചയപ്പെടുത്താണ്, കയ്യിലൊക്കെ വാമായിട്ട് പിടിച്ചോണ്ട്. എന്റെ പേര് ഹാൻസ് വുൾഫ് എന്നാണ്. ഞാൻ ഡസൽഫോർട്ട് എന്ന് പറയുന്ന ഡസൽഡോഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പറയുന്നത്. ഞാനൊരു ഓർക്കസ്ട്ര പ്ലെയർ ആണ്. ഹാപ്പി ക്രിസ്മസ് പറയണ കാരണം അന്നത്തെ കാലത്തൊക്കെ യുദ്ധത്തിന് സോൾജിയേഴ്സിനെ മാത്രമല്ല കിട്ടുക, അതുകൂടാതെ ബാക്കി കുറെ പ്രൊഫഷനിലുള്ള ആളുകള് ഇങ്ങനെ യുദ്ധത്തിന് പോയിരുന്നു. ക്യാപ്റ്റൻ ജിം മാക്പേഴ്സൺ, അദ്ദേഹം ഈ നമ്മുടെ റൈറ്റർ പറയാണ് ഞാൻ ജിം മാക്പേഴ്സൺ ആണ്. ആൻഡ് എ ഹാപ്പി ക്രിസ്മസ് ടു യു ടു. ഐ എം എ സ്കൂൾ ടീച്ചർ ഫ്രം ഡോസെറ്റ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ഡോസെറ്റിലെ, ഇൻ ദ വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടില്. പക്ഷെ ഇവർക്കൊക്കെ യുദ്ധം വരുമ്പോ വരേണ്ടി വരും. ഡോസെറ്റ്, ഹി സ്മൈൽ. ഐ നോ ദിസ് പ്ലേസ്, ഐ നോ ഇറ്റ് വെരി വെൽ. എനിക്കറിയാം സ്ഥലം. വി ഷെയർഡ് മൈ റം റേഷൻ ആൻഡ് ഹിസ് എക്സലന്റ് സോസേജ്. ഞങ്ങൾ രണ്ടുപേരും ആ റമ്മൊക്കെ ഷെയർ ചെയ്ത് പിന്നെ എക്സലന്റ് ആയിട്ടുള്ള സോസേജ് ഒക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചു. ആൻഡ് വി ടോക്ഡ്. കോനി, നൗ വി ടോക്ഡ്. കോനിയോട് പറയണേ, കോനി നിനക്കറിയോ ഞങ്ങളോട് ഒത്തിരി നേരം സംസാരിച്ചു. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്. അദ്ദേഹം ഒരു ജർമ്മൻ സോൾജർ ആണെങ്കിലും വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് ഹി ഹാഡ് നെവർ സെറ്റ് ഫുട്ട് ഇൻ ഡോർസെറ്റ്, നെവർ ഈവൻ ബീൻ ടു ഇംഗ്ലണ്ട്. അദ്ദേഹം ഇതുവരെ ഡോർസെറ്റിൽ കാല് കുത്തിയിട്ട് പോലുമില്ല, ഇംഗ്ലണ്ട് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചു. He had learned all he knew of England from school. അപ്പൊ ഇംഗ്ലണ്ടിനെ കുറിച്ച് അറിഞ്ഞത്, അതായത് ബ്രിട്ടീഷുകാരെ കുറിച്ച് അറിഞ്ഞത് സ്കൂളിൽ നിന്നാണ്. ആൻഡ് ഫ്രം റീഡിംഗ് ബുക്സ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ അദ്ദേഹം ഇംഗ്ലീഷ് ബുക്സ് വായിച്ചിട്ടാണ് അദ്ദേഹം ഇത്ര ഫ്ലുവന്റ് ആയത്. His favorite writer was Thomas Hardy. His favorite book Far from the Madding Crowd. അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് റൈറ്റർ തോമസ് ഹാർഡിയും ബുക്ക് Far from the Madding Crowd ഉമായിരുന്നു. So out there in no man's land,
We talked of Betsaba and Gabrielok and Sergeant Troy and Dorset. അപ്പൊ ഇതൊക്കെ റൈറ്റേഴ്സിന്റെ നെയിം ആണ്. അവരെ കുറിച്ചൊക്കെ ആ ഒരു നോമാൻസ് ലാൻഡിൽ ഇരുന്ന ഇവര് രണ്ടുപേരും ആരൊക്കെയാണ്? നമ്മള് ജിങ് മാക്ഫേഴ്സണും പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഓഫീസറിന്റെ പേര് ഹാൻസ് വുൾഫും. ഇവർ രണ്ടുപേരും കുറെ നേരം സംസാരിച്ചു. He had a wife and one son born just 6 months ago. അപ്പൊ ഈ ഹാൻസ് വുൾഫിന് ഒരു 6 മാസമായ കുട്ടിയും ഉണ്ട്, സണ്ണും ഉണ്ട്, വൈഫും ഉണ്ട്. As I looked about me, there were huddles of khaki and grey everywhere. All over no man's land, smoking, laughing, talking, drinking, eating. അപ്പൊ നമ്മുടെ റൈറ്റർ പറയാണ്, നോക്കുമ്പോൾ കാക്കി കളറിലും ഗ്രേ കളറിലും, അതായത് ഒരു ടീമിന്റെ കളർ കാക്കി കളറും ഒരു ടീമിന്റെ ഗ്രേ കളറുമാണ്. അവരെല്ലാവരും ആ നോമാൻസ് ലാൻഡിൽ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. And Hans Wolf and I shared what was left of your wonderful Christmas cake. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ക്രിസ്മസ് കേക്ക് ഷെയർ ചെയ്തു. കോനി he thought the marzipan was the best he had ever tasted. അപ്പൊ അദ്ദേഹം പറയാണ്, മാസിപ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് കേക്കിന്റെ പുറമെ ഇടുന്ന ഒരു സൈസ് സാധനമാണ് മാസിപ്പാൻ. ഒരു സ്വീറ്റ് ആണ്, കേക്കിന്റെ മുകളിൽ ഇങ്ങനെ ഷുഗർ എഗ്ഗൊക്കെ ആൽമണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അവര് പറഞ്ഞാണ്, ഹാൻസ് വുൾഫ് പറയാണ്, മാസിപ്പാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. I agreed. We agreed about everything and he was my enemy. There never was a Christmas party like it, Koli. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഓഫീസർ എനിമിയാണ്, ആ യുദ്ധത്തിൽ എതിരായിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷെ അവർ ആ ഒരു ക്രിസ്മസ് പാർട്ടി ഭയങ്കരമായിട്ട് മറക്കില്ല, ഒരിക്കലും മറക്കില്ല, അത്രയ്ക്ക് എൻജോയ് ചെയ്തു എന്ന് കോനിയോട് പറയാൻ. Then someone I don't know who brought out a football. അറിയില്ല, ആരോ ഒരു ഫുട്ബോൾ കൊണ്ടുവന്നു. Great cords were dumped in piles to make goalposts. And the next thing we knew, it was Tommy against Fritz out in the middle of the no man's land. ആരോ ചെന്ന് ഏതോ ഒരു നല്ല മനുഷ്യൻ, ഗ്രേറ്റ് കോഡ്സ് നല്ല മനുഷ്യരാരോ അവിടെ പോയി ഗോൾ പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കി അവരൊക്കെ ഫ്രിറ്റ്സും ടോമിയും കൂടി എന്താണ് ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി ആ നോ മാൻസ് ലാൻഡില്. Hans Wolf and I looked on and cheered, clapping our hands and stamping our feet to keep out the cold as much as anything. അപ്പൊ ഹാൻസ് വുൾഫും ജിങ് മാക്ഫേഴ്സണും ഈ കളീനെ ചിയർ ചെയ്ത് ക്ലാപ്പ് ഒക്കെ ചെയ്തു, കാലൊക്കെ ഇങ്ങനെ തട്ടി സ്റ്റാമ്പ് ചെയ്തു. കാരണം എന്താണ്, ഒരു പരിധി വരെ ഈ തണുപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയൊക്കെ ചെയ്തത്. There was a moment when I noticed our breaths mingling in the air between us. അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ റൈറ്റർക്ക് തോന്നി, നമ്മുടെ റൈറ്റർ ഒരു കാര്യം നോട്ടീസ് ചെയ്ത്, എന്താണ്, അവിടെ ശ്വാസം ഇങ്ങനെ എയറിൽ മിങ്കിൾ ചെയ്യുന്നു, ടുഗെദർ ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു. He saw it too and smiled. Jim MacPherson, he said after a while, I think this is how we should resolve this war. അപ്പൊ ജിം മാക്പേഴ്സൺ he saw it too and smiled. അപ്പൊ നമ്മുടെ ഹാൻസ് വുൾഫും ജിം മാക്പേഴ്സണോട് പറയാണ്, ഇങ്ങനെയായിരിക്കണം വാറുകളൊക്കെ നടക്കേണ്ടത്, ആളുകളെ കൊന്നല്ല, ഇതുപോലെ വല്ല ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും ഗെയിം വെച്ചിട്ട് വിൻ ചെയ്യുന്ന ആള് വാറിൽ ജയിച്ചു എന്ന് കരുതാം. അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കണം ചെയ്യേണ്ടത്, അല്ലാണ്ട് യുദ്ധം ചെയ്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത് എന്ന് ഹാൻസ് വുൾഫ് പറയാണ്. A football match, no one dies in football match, no children are orphaned, no wives becomes widows. അപ്പൊ ഒരു ഫുട്ബോൾ മാച്ച് നടത്തി ഒരിക്കലും ആരും മരിക്കില്ല, ആ കുട്ടികളൊക്കെ അനാഥരാവില്ല, ഭാര്യമാരൊക്കെ എന്താണ് വിഡോസ് ആവില്ല, അല്ലെ? വാർ നടക്കുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്കൊക്കെ പേരൻസ് ഒക്കെ നഷ്ടപ്പെടും, വൈഫുമാർക്കൊക്കെ ഹസ്ബൻഡിന് നഷ്ടപ്പെടും. ഫുട്ബോൾ മാച്ച് ആണെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നൊരു സജഷൻ പറയാണ്. I would prefer cricket, I told him. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മുടെ ജിം മാക്പേഴ്സൺ പറഞ്ഞു, എനിക്ക് ഫുട്ബോളിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് ക്രിക്കറ്റ് ആണ്. കാരണം എന്താണ്, ടോമീസ് ബ്രിട്ടീഷ് പീപ്പിള് എപ്പോഴും ക്രിക്കറ്റിനാണ് നല്ലത്, ജർമ്മൻ പീപ്പിള് ഫുട്ബോളിനും ആയിരിക്കും. അങ്ങനെ ഒരു ചിന്തയിലാണ് ഇവർ പറയുന്നത്. We Tommys could be sure of winning probably. We laughed at that and together we watched the game. അവർ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കാണുകയാണ്. Sad to say, ഭയങ്കര വിഷമമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. എന്ത് പറയാൻ വേണ്ടിയിട്ടാണ് വിഷമം? The time came, സമയം, generously, Connie, Fritz won 2 goals to 1. അപ്പൊ ആരാണ് ആ ഫുട്ബോൾ മാച്ചിൽ ജയിച്ചത്? ഫ്രിറ്റ്സ് ആണ്. 2 goals to 1, 2 ഗോൾ അടിച്ചു. But as Hans Wolf generously said, our goal was wider than theirs, so it was not quite fair. അവരുടെ ഗോളുകള് ഭയങ്കര നല്ല, അതായത് അവർക്ക് നന്നായിട്ട് അറിയാം, ഫ്രിറ്റ്സിന് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാം, പക്ഷെ അതൊരു ഫെയർ ഗെയിം അല്ല അങ്ങനെയാണെങ്കിൽ, അല്ലെ? This time came an all too
soon. When the game was finished, the schnapps and rum and the sausage had long since run out and we knew it was all over. അപ്പൊ സമയമൊക്കെ പോയി, ഇവിടെ ഷനാബ്സും റമ്മും സോസേജ് എല്ലാം തീർന്നു. I wish Hans well and told him I hope he would see his family again soon. അപ്പൊ നമ്മുടെ റൈറ്റർ ജിം മാക്ഫേഴ്സൺ ഹാൻസിന് എന്താ പറയുക ഗുഡ് ലക്ക് പറയാണ്, ഫാമിലിനെ എത്രയും പെട്ടെന്ന് കാണട്ടെ എന്ന് ആശംസിക്കുകയാണ്. That the fighting would end and we could all go home. അപ്പൊ ഈ വഴക്ക്, ഈ വാറൊക്കെ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നാണ് എല്ലാവർക്കും. I think that is what every soldier wants on both sides, Hanswolf said. എനിക്കറിയാം എല്ലാ സോൾജേഴ്സിനും അതാ വേണ്ടതെന്ന്. Take care, Jim Macpherson. I shall never forget this moment, nor you. ഞാൻ ഒരിക്കലും ഈ ഒരു മൊമെന്റ് മറക്കില്ല, നമ്മൾ തമ്മിലുള്ള ഈ ഒരു ഡേ. He saluted and walked away from me slowly, unwillingly. അദ്ദേഹം സല്യൂട്ട് ഒക്കെ കൊടുത്തിട്ട് പയ്യെ തീരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ പോവാണ്. I felt. He turned to wave just once and then became one of the hundreds of grey coats men drifting back towards his trenches. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞ് പോവാണ്. അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോ ഗ്രേ കോട്ട് മെൻ, 100 കണക്കിന് ഗ്രേ കോട്ട് മെന്നിലെ ഒരാളായി മാറി. അങ്ങനെ അദ്ദേഹം ആ ട്രെഞ്ചസിലേക്ക് പോവാണ് അടുത്ത ഫൈറ്റ് ഓർഡർ വരുമ്പോ ചെയ്യാൻ വേണ്ടിയിട്ട്. That night back in our dugouts we heard them singing carol, singing it quite beautifully. അപ്പൊ ആളുകൾ അന്ന് രാത്രി കുറെ കരോള് പാടി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. It was stillness, silent night, കുറെ സോങ്ങുകൾ പാടി. Our boys gave a rousing chorus of While Shepherd Watched. ഇതൊക്കെ സോങ്ങുകളാണ് കേട്ടോ. We exchanged carols for a while and then we all fell silent. കുറെ നേരം കരോളൊക്കെ പാടി, പിന്നെ എല്ലാവരും സൈലന്റ് ആയി. We had our time of peace and goodwill. ഞങ്ങൾക്ക് നല്ലൊരു സമാധാനത്തിന്റെ പ്രതീക്ഷയുള്ള സമയമായിരുന്നു അത്. A time I will treasure as long as I live. ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അതെന്റെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ദിവസമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതെനിക്ക് വളരെ വിലപ്പെട്ട ദിവസമായിരുന്നു. എന്നിട്ട് ഡിയറസ്റ്റ് കോണിയോട് പറയാണ്, by Christmas time next year this war will be nothing but a distant and terrible memory. അടുത്ത ക്രിസ്മസിന് തീർച്ചയായിട്ടും ഈ വാറ് ഒരിക്കലും ഒരു എന്താണ് ഒരു ടെറിബിൾ മെമ്മറി ആയിരിക്കും. ഒരിക്കലും അത് ഉണ്ടാവില്ല. ഈ വാറ് പെട്ടെന്ന് തന്നെ തീരുന്നതാണ് അതിന്റെ അർത്ഥം. I know from all that happened today how much both armies long for peace. അപ്പൊ ഇന്ന് നടന്ന സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ രണ്ട് കൂട്ടരും എന്തോ ഒരു സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. We shall be together again soon, I'm sure of it. എനിക്ക് തോന്നുന്നു ഞാൻ തീർച്ചയായിട്ടും നീ ഞാനും ഒരുമിച്ചാകും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് ജിം മാക്പേഴ്സൺ തന്റെ ലെറ്റർ നിർത്താണ്. യു ആർ ലവിങ് ജിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ലെറ്റർ കോനിക്ക് എഴുതിയ ലെറ്റർ നിൽക്കുകയാണ്. ഇനി നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തു ഈ ലെറ്റർ കൊണ്ട്? I folded the letter again and slipped it carefully back into its envelope. അപ്പൊ ഞാൻ ആ ലെറ്റർ മടക്കി ആ എൻവലപ്പിലേക്ക് തിരിച്ചു വെക്കുകയാണ്. I kept awake all night. By morning I knew what I had to do. രാത്രി മുഴുവൻ ഇങ്ങനെ ഉറങ്ങാതെ നിന്നിരുന്നു. മോർണിംഗിൽ എനിക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. I drove into Bridport. ഞാൻ നേരെ ബ്രിഡ്പോർട്ടിലേക്ക് പോയി. Just a few miles away, കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അത്. I asked a boy walking his dog where Copper Beeches was. House number 12 turned out to be nothing but a burned out shell. അപ്പൊ അവിടെ ഒരു ബോയ്, ഒരു ഡോഗുമായിട്ട് നടന്ന ഒരു ബോയോട് ചോദിച്ചു, എവിടെയാണ് ഈ കോപ്പർ ബീച്ചസ്? ഹൗസ് നമ്പർ 12 അഡ്രസ് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നോക്കിയപ്പോ, വീട് നോക്കിയപ്പോ ഒരു ബേൺഡ് കത്തിക്കരിഞ്ഞ ഒരു രൂപം മാത്രമായിരുന്നു ആ വീട്. The roof gapping, the windows boarded up. I knocked at the house next door and asked if anyone knew the whereabouts of a Mrs. Macpherson. അപ്പൊ അവിടെ അത് ഭയങ്കര പോയി കിടക്കുന്ന വീടായിരുന്നു, വിൻഡോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അടുത്ത വീട്ടിൽ ചെന്നിട്ട് നോക്ക് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഈ മിസ്സസ് മാക്പേഴ്സനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമോ? Oh yes, said the old man in his slippers. അറിയാവുന്ന ഒരു സ്ലിപ്പർ എന്ന് വെച്ചാൽ ചപ്പലിട്ട മാൻ പറയാണ്. He knew her well, a lovely old lady, he told me, a bit muddle-headed. അപ്പൊ പറയണ ഒരു നല്ല ലവ്ലി ആയിട്ടുള്ള ഒരു വയസ്സായ ലേഡി അല്ലേ, അവൾക്ക് ഇച്ചിരി മഡിൽ ഹെഡഡ് എന്ന് വെച്ചിട്ട് ഇച്ചിരി എന്താണ് സ്ട്രെയിറ്റ് അല്ലാത്ത, ഇച്ചിരി നോർമൽ അല്ലാത്ത ഒരു ലേഡി ആയിരുന്നു. But at her age she was entitled to be, wasn't she? 101-year-old. She is 101 വയസ്സായ ലേഡിയാണ് ഇപ്പൊ അത്. She had been in the house when it caught fire. ഈ ഹൗസ് കത്തിയപ്പോ പുള്ളിക്കാരി എവിടെ ഉണ്ടായിരുന്നു. No one really knew how the fire had started. ആർക്കും അറിയില്ല എങ്ങനെ തീ പിടിച്ച ഈ വീടിൽ നിന്ന്. But it could well had been candles. തീർച്ചയായിട്ടും
മെഴുകുതിരിയിൽ നിന്നായിരിക്കും പിടിച്ചത്. She used candles rather than electricity because she always thought electricity was too expensive. അപ്പൊ ഈ മിസ്സസ് ജിം മാക്ഫേഴ്സൺ കറണ്ട് ഒന്നും അധികം ഉപയോഗിക്കാറില്ല, ഭയങ്കര റേറ്റ് കൂടുതൽ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് മിക്കപ്പോഴും മെഴുകുതിരി കത്തിച്ചു വെക്കാറാണ് പതിവ്. The fireman had got her out just in time. ശരിക്കും പറഞ്ഞാൽ തീ കത്തിയപ്പോ ഈ മിസ്സസ് ജിം മാക്ഫേഴ്സനെ എങ്ങനെയോ ഫയർഫോഴ്സുകാര് പുറത്തെടുത്തതാണ്. She was in a nursing home now, he told me. Burlington House on the Dorchester Road on the other side of the town. ഇപ്പൊ മിസ്സസ് ജിം മാക്ഫേഴ്സൺ ഒരു നഴ്സിംഗ് ഹോമിലാണ്, അതിന്റെ അഡ്രസ് ഇവര് പറഞ്ഞു കൊടുക്കാണ്. ഇനി എന്ത് പറ്റി നോക്കാം നമുക്ക്. I found Burlington House nursing home easily enough. പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. There were paper chains up in the hallway and a lighted Christmas tree stood in the corner with a lopsided angel on the top. അപ്പൊ ആ കണ്ടുപിടിച്ച അവിടെ പേപ്പർ ചെയിൻ കൊണ്ട് കുറെ ക്രിസ്മസ് ട്രീകളും ക്രിസ്മസിന്റെ കുറെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ടോപ്പ് സൈഡില്. അപ്പൊ ആ ഒരു ക്രിസ്മസ് ട്രീയില് ലോപ്പ് സൈഡഡ് ഏഞ്ചൽ ഓൺ ദ ടോപ്പ് എന്ന് വെച്ചാൽ ഒരു അപ്സൈഡ് ടോപ്പില് ഒരു ഏഞ്ചൽ ഇങ്ങനെ തലകുത്തിയോളം കിടക്കുന്നുണ്ടായിരുന്നു. I said I was a friend come to visit Mrs. Macpherson to bring her a Christmas present. അപ്പൊ അവിടെ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് മിസ്സസ് മാക്ഫേഴ്സനെ കാണണം, അവർക്ക് ഒരു ക്രിസ്മസ് പ്രസന്റ് കൊടുക്കാനുണ്ടെന്ന്. I could see through into the dining room where everyone was wearing a paper hat and singing. അപ്പൊ ക്രിസ്മസ് ടൈം ആയിരുന്നു, എല്ലാവരും പേപ്പർ ഹാറ്റ് ഒക്കെ വെച്ച് പാട്ട് പാടായിരുന്നു. The matron had a hat on too. matronന്റെ തലയിൽ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു. And seemed happy enough to see me. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടപ്പോ. She even offered me a mince pie. അപ്പൊ അവിടെ മിൻസ് പൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ആണ്. അപ്പൊ അവര് മിൻസ് പൈ ഒക്കെ ഓഫർ ചെയ്തു. She walked me along the corridor. അപ്പൊ അവിടുത്തെ ആ മെയിൻ പേഴ്സൺ matron ഇവരുടെ കൂടെ നടന്നു. Mrs. Macpherson is not in with the others, she told me. She has rather confused today, so we thought it best if she had a good rest. മിസ്സസ് മാക്ഫേഴ്സൺ ഇപ്പൊ ഇവരുടെ കൂടെ ഇല്ല, കാരണം ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, മഡിൽ ഹെഡഡ് ആണോ ഓൾറെഡി അറിയത്തില്ല എന്താണെന്ന്, അത് കാരണം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. She had no family, you know, no one visit. അതെ, അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ആരുമില്ല, ആരും കാണാനും വരാറില്ല. So I'm sure she will be only too pleased to see you. അപ്പൊ എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പാണ് താങ്കളെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. She took me into a conservatory with wicker chains and potted plants all around and left me. അപ്പൊ അവരെ എങ്ങടാ കൊണ്ടുപോയത്, അവിടെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്താണ്. അവിടെ കുറെ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ കൊണ്ട് ഇരുത്തി. The old lady was sitting in a wheelchair. എവിടെയാണ് ആ ലേഡി ഇരുന്നത്? ഒരു വീൽ ചെയറിൽ ഇരിക്കുകയാണ് അവിടെ. Her hands folded in her lap. കൈകള് മടിയില് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. She had silver white hair pinned into the wispy bun. അപ്പൊ അങ്ങനെയുള്ളതായിരുന്നു അവരുടെ സിൽവർ കളറില് വൈറ്റ് ഹെയർ ആയിരുന്നു, അത് ഇങ്ങനെ ഒരു വിസ്പി ബൺ പോലെ ഇങ്ങനെ പൊക്കി കെട്ടിയേക്കാണ്, ബൺ പോലെ ചുറ്റി വെച്ചേക്കാണ്. She was gazing out at the garden. ഇങ്ങനെ ഗാർഡനിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുകയാണ്. Hello, I said. She turned and looked up at me vacantly. എന്നിട്ട് നോക്കുകയാണ്. Happy Christmas, Connie, I went on. അപ്പൊ ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് നമ്മുടെ റൈറ്റർ പറഞ്ഞു Happy Christmas, Connie. I found this, I think it's yours. അപ്പൊ ആ ലെറ്റർ ബോക്സ് അങ്ങ് കൊടുക്കുകയാണ്. As I was speaking, her eyes never left my face. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ മുഖം, അവരുടെ കണ്ണുകള് മുഖത്തു നിന്ന് മാറിയിട്ടേയില്ല. I opened the tin box and gave it to her. അപ്പൊ ആ കിട്ടിയ ലെറ്റർ ഉണ്ടല്ലോ, ആ ലെറ്റർ ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കാണ്. That was the moment her eyes lit up with recognition and her face became suffused with a sudden glow of happiness. ആ ലെറ്റർ കണ്ടപ്പോ പെട്ടെന്ന് അവരുടെ മുഖം വല്ലാണ്ട് തെളിഞ്ഞ് എന്തോ റെക്കഗ്നൈസ് ചെയ്ത മട്ടില് ഭയങ്കരമായിട്ട് സഫേഴ്സ്ഡ് വിത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ഓവർ ഹെർ ഫേസിൽ സ്പ്രെഡ് ചെയ്തു ഒരു സന്തോഷം. I explained about the desk, about how I had found it, but I don't think she was listening. ശരിക്കും നമ്മുടെ റൈറ്റർ കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് പറഞ്ഞു, പക്ഷെ അവർ അതൊന്നും ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. For a while she said nothing. കുറച്ച് നേരത്തെ അവർ ഒന്നും പറഞ്ഞില്ല. But stroked the letter tenderly with her fingertips. അപ്പൊ അവരുടെ ആ ഫിംഗർ കൊണ്ട് ആ ഒരു ലെറ്ററിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രോക്ക് ചെയ്യാണ്, പാറ്റ് ചെയ്യാണ്. സ്ട്രോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ തലോടി. Suddenly she reached out and took my hand. പെട്ടെന്ന് തന്നെ ഈ റൈറ്ററിന്റെ കൈ മുറുക്ക പിടിക്കുകയാണ്. Her eyes were filled with tears. കണ്ണുകൾ നിറഞ്ഞു. You told me you had come home by Christmas, dear.
she said, താങ്കൾ പറഞ്ഞില്ലേ ക്രിസ്മസിന് വരാന്ന് അല്ലേ മൈ ഡിയറസ്റ്റ് എന്ന് പറയാണ് നമ്മുടെ കോനി. and here you are, ഇപ്പോഴാണോ നീ വന്നത്? the best Christmas present in the world, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ best Christmas present ആണ്. എന്ത്? come closer Jim dear, sit down. അപ്പൊ പെട്ടെന്ന് കോനി ജിം തിരിച്ചു വന്നതാണെന്നാണ് ചിന്തിച്ചത്. കോനിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ജിം ആണ്, ഹസ്ബൻഡ് ആണ്. പക്ഷെ നമ്മുടെ റൈറ്ററിനെ ഹസ്ബൻഡ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ കോനി. I sat down beside her and she kissed my cheek. ഞാൻ അവരുടെ അടുത്തിരുന്നു, അവരെന്റെ കവളിൽ ഉമ്മ വെച്ചു. I read your letter so often Jim, every day. ഞാൻ നിന്റെ ലെറ്റർ എന്നും വായിക്കാറുണ്ട്. I wanted to hear your voice in my head. എനിക്ക് നിന്റെ ശബ്ദം എന്റെ തലയിൽ കേൾക്കണം. It always made me feel you were with me. ആ ലെറ്റർ വായിക്കുമ്പോൾ എനിക്ക് തോന്നും നീ എന്റെ കൂടെ ഉണ്ടെന്ന്. And now you are, ഇപ്പോൾ നീ എന്റെ കൂടെ ഉണ്ട്. Now you are back, you can read it to me yourself. ഇപ്പൊ നീ തിരിച്ച് എന്റെ അടുത്ത് വന്നേക്കാണ്, നീ ഇനി ആ ലെറ്റർ എനിക്ക് വേണ്ടി വായിക്കാം. Would you do that for me? നിനക്ക് അത് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? Jim dear, I just want to hear your voice again. എനിക്ക് നിന്റെ ശബ്ദം വീണ്ടും കേൾക്കണം, അത്രയ്ക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. I would love that so much. നിന്റെ സൗണ്ട് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. And then perhaps we will have some tea. നമുക്ക് ഒരു ചായ ഒക്കെ കുടിക്കാം. I have made you a nice Christmas cake. അത് മാത്രമല്ല, നിനക്ക് ഞാനൊരു നല്ല ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മാസിപ്പിയൻ ആ സ്വീറ്റ് തിങ്സ് മേളിൽ വെച്ചിട്ട് ഓൾ റൗണ്ട് ചുറ്റുപാട് വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയേക്കണേ. I know how much you love മാസിപ്പിയൻ. എനിക്കറിയാം നിനക്ക് എന്തോരം ഇഷ്ടമുണ്ട് മാസിപ്പിയൻ എന്ന്. അത് കാരണം ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കോനി റൈറ്ററോട് പറയാണ്. അപ്പൊ കോനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഓർമ്മയൊന്നുമില്ല. അപ്പൊ കോനി വിചാരിച്ചു ഹസ്ബൻഡ് ജിം മാക്ഫേഴ്സൺ വന്നാന്നുള്ള സന്തോഷത്തില് ബെസ്റ്റ് ക്രിസ്മസ് പ്രസന്റ് ആണ് കോനിക്ക് കിട്ടിയത് എന്നുള്ള സന്തോഷത്തില് ഇരിക്കുകയാണ് ആ ക്രിസ്മസ് ഡേ. അപ്പൊ നല്ലൊരു ലെസൺ ആയിരുന്നു അല്ലെ. ഇത് എഴുതിയത് മിഖായൽ മോപ്പുർഗി ആണ് കേട്ടോ. അപ്പൊ ഈ ലെസൺ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമന്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത ലെസൺ ആയിട്ട് പിന്നെ തന്നെ കാണാം. ബൈ മൈ ഡിയർ സ്റ്റുഡൻസ്.